I now call upon the chairman of KKCA Middle East, Mr. Abraham Raju Oril, to say a few words. His Grace El Hashim Apostolic Novitiate, Kuwait, അഭിവന്യ വലിയപിതാവേ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സ്റ്റീഫൻ തൊട്ടിക്കാട്ട്, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീതമായ നമോഭാഗം. ആദ്യമായി ആസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളാശംസകളും അനുഗ്രഹവും ആയുസ് ആരോഗ്യവും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. കൂട്ടായ്മ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ജനതയാണ് ജ്ഞാനായക്കാരെന്ന് എനിക്ക് നിസ്സംശയം ഇവിടെ പറയാൻ സാധിക്കും. അതായത് ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ട് ഒത്തൊരുമയോടുകൂടി ഒരേ മാർഗത്തിൽ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചു വരുന്നു. അത് ഇനിയും നമ്മൾ അതുപോലെ സഞ്ചരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ആ ഒരു ലക്ഷ്യം നമ്മൾ ഒത്തൊരുമയോടുകൂടി നിറവേറിയതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സിൽവർ ജൂബിലിയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ മിഡിൽ ഈസ്റ്റ് കൺവെൻഷനും. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് മിഡിൽ ഈസ്റ്റിൻ്റെ രണ്ടാമത്തെ കൺവെൻഷൻ ഏകദേശം 1.5 വർഷം മുമ്പ് കുവൈറ്റിൽ വെച്ച് നടത്താമെന്ന് കോട്ടയത്തെ ഞങ്ങളുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയൊന്നും ഇതിൻ്റെ ഒരു 10% പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇത് ഇത്രയും ഭംഗിയായി വളരെ അജണ്ട വളരെ ക്ലീനായിട്ട് ഇത്രയും ഭംഗിയായിട്ടും വിജയകരമായിട്ടും നടത്തി തന്ന ഈ കുവൈറ്റിലുള്ള ഓരോരോ ജ്ഞാനായക്കാരോടും ഓരോരോ ജ്ഞാനായ വ്യക്തികളോടും കമ്മിറ്റിക്കാരോട് തന്നെയല്ല, നിങ്ങളെല്ലാവരോടും ഓരോ മെമ്പേഴ്സിനോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ സ്നേഹവും സന്തോഷവും നന്ദിയും ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. കുവൈറ്റിലെ ഈ ആഘോഷത്തിൻ്റെ സിൽവർ ജൂബിലിക്ക് എല്ലാവിധ മംഗളങ്ങളും മിഡിൽ ഈസ്റ്റിലുള്ള 12 യൂണിറ്റുകളുടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Today among our eminent guests, Musa Koya, the media representative, I humbly call upon him to say a few words. അഭിവന്യനായ മോണഗാഡ് ഇലിഷാബ്, ബഹുമാന്യനായ പിതാവ് മാത്യു മുലക്കാട്ട്, ഈ സംഘടനയുടെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരിമാരെ സഹോദരന്മാരെ, കുവൈറ്റ് ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ആദ്യമായി ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സംഘടനയ്ക്ക് എൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കുവൈറ്റ് ടൈംസിൻ്റെയും അഭിവാദനങ്ങൾ നേരുകയാണ്. ഈ സമുദായം കേരളത്തിൽ നിന്നും തുടങ്ങിയ ഈ പ്രസ്ഥാനം രാജ്യമെങ്ങാടും വ്യാപിച്ച് അവരുടെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നു. എവിടെയായാലും തങ്ങളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിൽ ഈ സമുദായം, ഈ സമൂഹം എന്നും മുമ്പിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ ഈ സംഘടനയെ നിരീക്ഷിക്കാനും ഇതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയാനും എനിക്ക് അനുഭവമുണ്ടായിട്ടുണ്ട്. എല്ലാ മതങ്ങളും ദർശനങ്ങളും ശാന്തിയും സമാധാനവുമാണ് ഉദ്ഘോഷിക്കുന്നത്. ശാന്തിയും സമാധാനവും സംജാതമാവണമെങ്കിൽ കൂട്ടായ്മ അനിവാര്യമാണ്. ഈ അനിവാര്യത കാത്തുസൂക്ഷിക്കുന്നതിൽ ജ്ഞാനായ സമുദായം എന്നും മുമ്പിലുണ്ടായിട്ടുണ്ട്. അത് തുടരട്ടെ എന്ന് ഞാൻ ഈ അവസരം ആശംസിക്കുകയാണ്. മാത്രമല്ല, വിശ്വാസികൾക്ക് നേരെ കടന്നു വരുന്ന ഏത് അക്രമങ്ങളെയും നേരിടാൻ സമൂഹം തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ
വിശ്വാസികൾക്കെതിരുള്ള ഒരു കൂട്ടായ്മ ഏതെല്ലോ ഭാഗങ്ങളിൽ ഏതെല്ലോ വിധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ വസ്തുതയെ അപഗ്രഥിക്കാനും അത് മനസ്സിലാക്കാനും സമുദായ നേതാക്കന്മാർ പ്രത്യേകം ബാധ്യസ്ഥരാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, പ്രൗഢമായ ഈ സദസ്സ് സംഘടിപ്പിച്ച് മന്ത്രിമാരെയും ഉന്നത പിതാക്കന്മാരെയും MLA-മാരെയും അണിനിരത്തിയ ഈ സംഘടനയുടെ ഇതിന്റെ പ്രോഗ്രാം കൺവീനർ എബി ജോൺ മണ്ഡലിന്റെയും പ്രവർത്തനങ്ങൾ പ്രൗഢമായിട്ടുണ്ടെന്നും അതിന് പ്രത്യേകം അവരുടെ പ്രവർത്തനം അഭിനന്ദനം അറിയിക്കുന്നുവെന്നും ഞാനിവിടെ നിരീക്ഷിക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. I now call upon Mr. Toji Philip, the Vice President of KCYL, to say a few words. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജ്ഞാനായ സഹോദരന്മാരെ, ആദ്യമായി ഇങ്ങനെയൊരു സംഗമം ഇവിടെ സംഘടിപ്പിച്ച് ഒരു വൻ വിജയമാക്കി തീർത്ത ഭാരവാഹികൾക്കൊപ്പം നിന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. 25 വയസ്സ് പൂർത്തിയാക്കുന്ന കുവൈറ്റ് ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷനും രണ്ടാമതായി ഒരു മഹാസംഘം സംഘടിപ്പിച്ച KCC ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് മിഡിൽ ഈസ്റ്റിനും അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ലോകം മുഴുവനുള്ള ജ്ഞാനായ യുവജനങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കോട്ടയം KCYL കോട്ടയം അതിരൂപതയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. The next program that we have on the agenda is the releasing of the souvenir cum directory. Now, before the souvenir is being released, I would like to invite the chief editor of the souvenir, Mr. Salu Kadidoril, to say a few words on the making of this souvenir. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ മണലാരത്തിൽ വന്ന തലമുറകളായി പകർന്നു നിന്ന തനിമയിൽ ഉറച്ച് ബന്ധങ്ങൾ വേർവിടാതെ ഒരൊറ്റ ജനതയായി 25 വർഷം കഴിഞ്ഞതിന്റെ ആഘോഷത്തിലാണ്. KKCA അതിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കുവൈറ്റ് ജ്ഞാനായക്കാർ എത്രമാത്രം ഉത്സുകരാണ് എന്നതിന്റെ തെളിവാണ് ഈ ആളും ആരവവും. സഭ വേദനയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ നെഞ്ചിലേറ്റിയ ഒരു മുദ്രാവാക്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി, ജീവൻ നൽകി, തലമുറ തലമുറ കൈമാറി, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെല്ലാവരും കൂടി ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം, കൈൻഡ്ലി പ്ലീസ് റിപ്പീറ്റ്. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി, ജീവൻ നൽകി, തലമുറ തലമുറ കൈമാറി, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. താങ്ക് യു വെരി മച്ച്. And the first souvenir will be presented to His Grace Mar Matthew Mulakad. Everybody, a hand of applause. Thank you very much. The next program on the agenda is inviting the KKCA ex-presidents. I now call upon Mr. Reggie Kunasheri, the treasurer of KKCA, to invite the KKCA ex-presidents onto the stage and say a few words. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള ജ്ഞാന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുവൈറ്റിൽ 25 വയസ്സ് പൂർത്തിയാക്കിയ ഈ സംഘടനയെ ഇതുവരെ അതിന്റെ സർവ പ്രാബല്യങ്ങളോടും കൂടി വളരെ ഊർജ്ജസ്വലമായി വളർത്തിക്കൊണ്ട് ഇതുവരെ എത്തിച്ച മുൻകാല പ്രസിഡന്റുമാരെ, ഇതിന്റെ നായകന്മാരെ, ഇപ്പോൾ ഈ നിലവിൽ കുവൈറ്റിലുള്ള കുറച്ച് വ്യക്തികൾ ഇവിടെ ഉണ്ട്. അവരെ നമ്മുടെ സംഘടനയുടെ വകയായിട്ട് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന്